Hello dear students, next we are going to discuss theorem number 3 from the first module. Theorem 1.3. The theorem is stated as a graph is disconnected if its vertex set can be partitioned into two non-empty disjoint subsets V1 and V2 such that there exists no edge in G whose one end vertex is in subset V1 and the other end vertex is in subset V2. Once more, a graph G is disconnected if and only if its vertex set, that is set of the vertices, can be partitioned into two non-empty disjoint subsets V1 and V2 such that there exists no edge whose one of the terminal vertex is in V1 and the other terminal vertex is in V2. Okay. അപ്പോൾ ഇവിടെ പറഞ്ഞ തിയറത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിനെ നമുക്ക് ഡിസ്കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ എന്താണ് ഡിസ്കണക്റ്റഡ് ആൻഡ് എന്താണ് കണക്റ്റഡ് ഗ്രാഫ്? സപ്പോസ് ദിസ് ഈസ് എ ഗ്രാഫ് 1 2 3 4. സോ ഈ ഗ്രാഫ് കൺസിഡർ ചെയ്യുമ്പോൾ ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനിടയ്ക്ക് ഒരു പാത്ത് എക്സിസ്റ്റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. ദെൻ കൺസിഡർ ദിസ് വൺ ആൾസോ 5 6 7. സോ ഇവിടെ നമുക്ക് എന്താ ഈ ഒരു കേസിലെടുത്ത് നോക്കിയപ്പോൾ 4ഉം 5ഉം തമ്മിൽ കണക്ഷനില്ല, 4ഉം 6ഉം തമ്മിൽ കണക്ഷനില്ല, 4ഉം 7ഉം തമ്മിൽ കണക്ഷനില്ല, അല്ലെങ്കിൽ 7ഉം 2ഉം തമ്മിലൊന്നും കണക്ഷനില്ല. സോ ഇതിന് ഹോളായിട്ട് നമുക്കൊരു ഗ്രാഫ് എന്ന് പറയാം, ബട്ട് ഇതിനെ നമ്മൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് മീൻസ് ഏതെങ്കിലുമൊക്കെ പെയർ ഓഫ് വേർട്ടിസസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ തമ്മിൽ എന്ത് കാണത്തില്ല, പാത്ത് എക്സിസ്റ്റിംഗ് ആയിരിക്കത്തില്ല. ദെൻ ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ തന്നെ പല പാർട്സും കാണും. ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട് അല്ലേ? ഇതിനെ നമ്മൾ കമ്പോണൻസ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിനകത്തുള്ള ഗ്രാഫുകളെ ആ ഒരു പാർട്സിനെ നമ്മൾ കമ്പോണൻസ് എന്ന് പറയും. കമ്പോണൻസ് ഓരോന്നും എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വേർട്ടിസസിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് മീൻസ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കൺസിഡർ ചെയ്യും. 1 2 3 4 5 6 7. ഓക്കെ, ഇതാണ് വേർട്ടിസ് സെറ്റ്. ഇതിനെ നമുക്ക് രണ്ട് ഡിസ്ജോയിൻറ്റ് നോൺ എംപ്റ്റി സബ്സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഡിസ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ തമ്മിൽ എന്ത് കാണില്ല, സെയിം ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും കാണത്തില്ല. സോ ടു ഡിസ്ജോയിൻറ്റ് എൻറ്റയർലി ഡിഫറെൻറ്റ് സബ്സെറ്റായിട്ട് വി ക്യാൻ ഡിവൈഡ്. ദാറ്റ് മീൻസ് V1 ഈക്വൽ ടു 1 2 3 4 5. then V2 equal to V1 equal to 1 2 3 4 and V2 equal to 5 6 7 അല്ലേ? So the vertex set V can be partitioned into V1 and V2. V1 V2 disjoint ആയിരിക്കും. then ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് there exists no edge such that one end is in V1 and other end is V2. അതായത് ഒരു എൻഡ് V1 ഏതെങ്കിലും വേർട്ടക്സും അതർ എൻഡ് V2 ഏതെങ്കിലും വേർട്ടക്സും ആയിട്ട് വരുന്ന ഒരു എഡ്ജും ഇവിടെ ഇല്ല. ആ ഒരു രീതിയിൽ നമുക്കിതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഒന്നെങ്കിൽ കൂടെ പറയാം, നമുക്കൊരു ഗ്രാഫിനെ ഡിസ്കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ വേർട്ടിസസ് സെറ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. V1 V2 എന്ന് പറഞ്ഞ് രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. സെയിം ആയിട്ടുള്ള വേർട്ടിസസ് ഒന്നും രണ്ടിൽ വരാനും പാടില്ല. അതുപോലെ ആ ഒരു എഡ്ജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് ഫസ്റ്റ് വേർട്ടക്സ് V1 അല്ലെങ്കിൽ സെക്കൻഡ് വേർട്ടക്സ് V2 വരാനും പാടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഈ വീനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്നുള്ളതാണ് തിയറം. ഓക്കെ, അതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ പ്രൂഫിൽ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അങ്ങനൊരു പാർട്ടീഷനിങ് എക്സിസ്റ്റിംഗ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്കൊരു ഗ്രാഫുണ്ട്, വി ഹാവ് എ ഗ്രാഫ് G ആൻഡ് ഗ്രാഫിൻ്റെ വേർട്ടെക്സ് സെറ്റിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് V1 ആൻഡ് V2 ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. സപ്പോസ് വി ഹാവ് എ ഗ്രാഫ് G ആൻഡ് ദർ എക്സിസ്റ്റിംഗ് എ പാർട്ടീഷനിങ് V1 ആൻഡ് V2. ആക്ച്വലി ഇതിൻ്റെ വേർട്ടെക്സ് സെറ്റ് V ആണ്. അതിന് നമ്മൾ V1 V2 എന്ന് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഗ്രാഫിനെ നമുക്ക് ഡിസ്കണക്റ്റഡ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി we have to consider a vertex A from set V1 and another vertex B from set B2. അപ്പോൾ ഇവിടെ രണ്ട് കേസസ് പോസിബിൾ ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നോ എഡ്ജ് എക്സിസ്റ്റ് ബിറ്റ്വീൻ A ആൻഡ് B. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ആ ഗ്രാഫിനെ നമ്മൾ
പാർട്ടീഷൻ ചെയ്ത് ഗ്രാഫിനകത്തുള്ള വേർട്ടിസസിനെ എല്ലാം കൂടെ 2 സെറ്റായിട്ട് V1 V2 എന്ന് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ആ V1 എന്നൊരു വേർട്ടെക്സ് എടുത്തു, V2 എന്നൊരു വേർട്ടെക്സ് എടുത്തു. അപ്പോൾ 2 കേസസ് അവിടെ പോസിബിളാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ എക്കും ബിക്കും തമ്മിലൊരു പാത്ത് എക്സിസ്റ്റിംഗ് അല്ല. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും, ആ എഡ്ജ് അതിൻ്റെ ഒരു എൻഡ് വേർട്ടെക്സ് V1ലും അടുത്ത എൻഡ് വേർട്ടെക്സ് V2ലും കാണാം. മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്നത്? നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ട്, അത് കണക്റ്റഡെന്നോ ഡിസ്കണക്റ്റഡോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ. നമ്മുടെ കയ്യിലൊരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫിനെ നമ്മൾ V1 V2 എന്ന് പറഞ്ഞ ഗ്രാഫിനകത്തുള്ള വേർട്ടിസസിനെ ഈസ് ഡിവൈഡഡ് ഇൻറ്റു V1 ആൻഡ് V2, 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി V1 എന്നുള്ളൊരു വേർട്ടെക്സ് എടുത്തു, V2 എന്നുള്ളൊരു വേർട്ടെക്സും നമ്മൾ എടുത്തു. അപ്പോൾ ഈ വേർട്ടെക്സസിനിടയ്ക്ക് 2 കേസസ് പോസിബിളാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഇടയ്ക്ക് എഡ്ജൊന്നും ഇല്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 എഡ്ജെങ്കിലും മേ ബി വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ എക്കും ബിക്കും തമ്മിൽ എഡ്ജില്ല, ഏതെങ്കിലും ഒരു പേരിനെങ്കിലും തമ്മിൽ എഡ്ജില്ലെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇനി ആ പ്രൂഫ് നോക്കിയേ. സപ്പോസ് such a partitioning existing as 2 disjoint subset V1 and V2 of G. For proving G is disconnected, take a vertex A from V1 and take a vertex B from V2, and 2 cases are possible. First case is no path or no edge exists between vertices A and B. Second case is at least 1 edge whose end vertex would be in V1 and V2, other in V2. So if we take the first case നമ്മൾ എന്താ പറഞ്ഞത്? എയും ബിയും തമ്മിൽ പാത്തോ അല്ലെങ്കിൽ എഡ്ജ് ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അത്? V1ലെ ഒരു വേർട്ടെക്സും V2ലെ വേർട്ടെക്സിനും ഇടയ്ക്ക് ഒരു എഡ്ജ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാത്ത് ഇല്ലെങ്കിൽ, ഷുവറായിട്ടും അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. സോ if a partitioning exists and there will be the presence of no edge between any of the edge vertices in V1 and V2 അല്ലേ? V1ലെയും V2ലെയും വേർട്ടിസസ് തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും ഇല്ലാതെ ഇരുന്നാൽ ഷുവറായിട്ടും ഇങ്ങനൊരു പാർട്ടീഷനിങ് എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. സോ ഹെൻസ് ഇഫ് യു പാർട്ടീഷനിങ് എക്സിസ്റ്റിംഗ് G ഈസ് ഡിസ്കണക്റ്റഡ്. ഇനി അതിൻ്റെ കോൺവേഴ്സ്, മിക്ക പ്രൂഫും നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കോൺവേഴ്സും കൂടെ കണ്ടീഷനും കൂടെ പ്രൂവ് ചെയ്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങി കൺക്ലൂഡ് ചെയ്യും. ദെൻ ആ കൺക്ലൂഷൻ പാർട്ടിലും തിരിച്ച് നമ്മൾ തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എത്തണം. കോൺവേഴ്സ് തിയറം കൂടെ പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു പാർട്ടീഷനിങ് ഉണ്ടെങ്കിൽ, V1 V2 എന്ന് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഇനി നമ്മൾ തിരിച്ച് പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിനകത്തൊരു പാർട്ടീഷനിങ് ഓഫ് വേർട്ടിസസ് ഉണ്ട്. സോ വി ഹാവ് എ ഗ്രാഫ് G വിച്ച് ഈസ് ഡിസ്കണക്റ്റഡ്, ആൻഡ് to prove there existing a partition V1 and V2, that means no edge is incident with a vertices from V1 and V2. Here no vertex എഴുതിയാൽ മതി. Here no vertex is common in V1 and V2. ആ രീതിയിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ let V1 and V2 be the set of all vertices of G ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? V1 does not include all the vertices of G. ഇല്ലേ, നമുക്കൊരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്, ദെൻ V1 V2 എന്ന് പറഞ്ഞ് 2 വെർട്ടെക്സ് സെറ്റ് ഉണ്ടെങ്കിൽ ആ V1ൽ ആദ്യത്തെ ഒരു പാർട്ടിൻ്റെ വേർട്ടിസസ് ആയിരിക്കും, ദെൻ V2ൽ രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ വേർട്ടിസസ് ആയിരിക്കും. സോ ലെറ്റ് V1 and V2 be the set of all vertices of G. Since G is disconnected, V1 does not include all vertices of G, so the remaining vertices will surely intersect V2, and no vertex in V1 is joined to any vertex in V2 by an edge, hence there exists a partition. അല്ലേ, ഗ്രാഫ് G ഡിസ്കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഷുവറായിട്ട് എന്തായിരിക്കും? 2 ഡിസ്ജോയിൻറ്റ് സെറ്റ് നമുക്ക് പാർട്ടീഷൻ ചെയ്ത് കിട്ടും. ഇതാണ് തിയറം. ഈ തിയറം കുറച്ച് ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
ഈ ഒരു വീഡിയോ 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവണമെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് ഗ്രാഫിനകത്തുള്ള വേർട്ടക്സിനെ നമുക്ക് 2 വേർട്ടക്സ് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. കോമൺ ആയിട്ടുള്ള വേർട്ടക്സസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഫസ്റ്റ് വേർട്ടക്സ് സെറ്റിലെ വേർട്ടക്സസും സെക്കൻഡ് വേർട്ടക്സ് സെറ്റിലെ വേർട്ടക്സസും തമ്മിൽ ഏതെങ്കിലും ഒരു പെയറിലെങ്കിലും തമ്മിലൊരു എഡ്ജ് ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. സോ അതിനുവേണ്ടി പ്രൂഫിൽ നമ്മൾ ഫസ്റ്റ് ഒരു പാർട്ടീഷനിങ് ഉണ്ടെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് V1 ആൻഡ് V2 എക്സിസ്റ്റിംഗ് ആണ്. ദെൻ V1 എന്നൊരു വേർട്ടക്സിനെയും V2 എന്നൊരു വേർട്ടക്സിനെയും കൺസിഡർ ചെയ്യുമ്പോൾ അതിനിടയ്ക്കൊരു പാത്ത് ഇല്ലെങ്കിൽ ഷുവറായിട്ട് അത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഇനി ഡിസ്കണക്റ്റഡ് ആവുന്ന ഒരു ഗ്രാഫിൽ 2 വേർട്ടക്സ് എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതായത് നമ്മളൊരു ഗ്രാഫ് G കൺസിഡർ ചെയ്യുന്നു. 2 വേർട്ടക്സ് സെറ്റ് V1 ആൻഡ് V2 ഉണ്ടെങ്കിൽ V1ൽ കുറച്ച് വേർട്ടസസ് മാത്രമേ കാണത്തുള്ളൂ. ബാക്കി വേർട്ടസസ് V1ൽ ഇല്ലാത്ത വേർട്ടസസ് V2ലായിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ഒരു പാർട്ടീഷനിങ് എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇത്രയാണ് തിയറം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത്. താങ്ക് യു.